ബീനെ മുതൽ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്ന ടെർമിന്റെ ക്ലാസിഫിക്കേഷൻ വരെ. ആൻഡ് ഫൈനലി ദ ഗ്രേറ്റ് വൈകാരിക ബുദ്ധി. 2020 MCF, സോറി, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, 2005 MCF, 2023 KCF വൈകാരിക ബുദ്ധിയും മൾട്ടിപ്പിൾ ഇന്റലിജൻസും ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്റെ LPSC UPSC ഉദ്യോഗാർത്ഥികളെ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം മുമ്പിൽ പരീക്ഷ സമാഗതമായിരിക്കുന്നു. ജീവിതത്തിന്റെ വലിയൊരു ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള യാത്രയുടെ അവസാനത്തെ നിമിഷങ്ങൾ, അവസാനത്തെ സമയങ്ങൾ. ഈ സമയത്ത് പരീക്ഷയ്ക്ക് മുമ്പ് എന്താണ് കൂടുതൽ വായിക്കേണ്ടത്, എന്താണ് കൂടുതൽ ഓർക്കേണ്ടത്, എന്തിനെയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ യാതൊരു തരത്തിലുള്ള ചലനങ്ങളും സംഭവിപ്പിക്കാതെ തഴുകി ഉണർത്തി വെക്കേണ്ടത്, ഇതാ തയ്യാറായി കഴിഞ്ഞു. സൈക്കോളജി ഫൈനൽ ടച്ച് ബ്ലൂ പ്രിന്റ്. ഇവിടെ രണ്ട് തരത്തിലാണ് ഞാൻ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ജെറോം എസ് ബ്രൂണറുടെ ഫോക്കസിംഗ്, സ്കാനിങ് എന്ന് പറയുന്ന രണ്ടാശയങ്ങൾ. ഈ ഫോക്കസിങ്ങും സ്കാനിങ്ങും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എന്നതല്ല ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഫോക്കസ് ചെയ്യേണ്ട പോർഷൻസ്, ആ ഫോക്കസ് ചെയ്യേണ്ട പോർഷനിൽ നിന്നും ഏറ്റവും അധികം ആഴത്തിൽ സ്കാൻ ചെയ്യേണ്ട പോർഷൻസും, ഈ രണ്ട് തലങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോകേണ്ടതിന്റെ ആവശ്യകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷങ്ങളിൽ NCA റിക്രൂട്ട്മെന്റിനും കഴിഞ്ഞ UPSC LPSC എക്സാമിനേഷന് 14 ജില്ലകളിലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് ഫൈനൽ ടച്ചിന് വേണ്ടിയുള്ള ഏറ്റവും ചെറിയ ബ്ലൂ പ്രിന്റ് ഇതാ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഹിയർ we are going through these blueprints. ഫോക്കസിംഗ് ഏരിയാസ് മാർക്ക് 3 മാർക്കിന്റെ ഏരിയ. 3 മാർക്കിന്റെ ഏരിയയിൽ ഫോക്കസ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത്, ഞാനൊന്ന് പരിചയപ്പെട്ട്, അതിൽ ആവർത്തിക്കപ്പെടുന്ന മേഖലകൾ കൃത്യമായും വിശദമായും ചർച്ച ചെയ്തതിന്റെ ഫലമായിട്ട് ഞാൻ കണ്ടെത്തിയ ചില നിഗമനങ്ങളിൽ നിന്ന് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന ചില മേഖലകളാണിത്. ഫോക്കസിംഗ് ഏരിയാസ് വരുന്നു. 1, വിലോപം, ആരുടേതാണെന്നറിയാം. പുനഃപ്രാപ്തി, അതും ആരുടേതാണെന്നറിയാം. ചോദക സാമാന്യവൽക്കരണം, അതും ആരുടേതാണെന്ന് അറിയാം. ഇത് 3 പാവ്ലോവിന്റെ കോൺസെപ്റ്റുകളാണ്. പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് നിന്നുള്ളതാണ്. ഇത് 3 ചോദ്യങ്ങളിൽ അധികവും വന്നിട്ടുള്ളത്. ഇത് 3 സാധ്യത ഏറെയുള്ളത്. രണ്ടാമത് പറയുന്നു തോണ്ടക്കിന്റെ പഠന നിയമങ്ങൾ. ആ പഠന നിയമങ്ങൾ പ്രാഥമിക നിയമങ്ങളാണ്. ലോ ഓഫ് റെഡിനെസ് ആണ്, ലോ ഓഫ് എക്സസൈസ് ആണ്. സ്വാഭാവികമായും ആ 3 പഠന നിയമങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്തോണം. ധനപ്രബലനം, ഋണപ്രബലനം, ക്രമീകൃത പഠനം. ഈ ക്രമീകൃത പഠനമൊക്കെ എത്ര തവണ റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ പാവ്ലോവിനെയും തോണ്ടക്കിനെയും സ്കിന്നറെയും കഴിഞ്ഞാൽ സമഗ്രത നിയമങ്ങളാണ്, ജസ്റ്റാൾട്ട് നിയമങ്ങളാണ്. ജസ്റ്റാൾട്ട് നിയമങ്ങൾ 1, 2, 3, തുടർച്ചാ നിയമം, സമ്പൂർണ്ണ നിയമം, അങ്ങനെയുള്ള നിയമങ്ങൾ 6 ഉണ്ട്. ആ 6 നിയമങ്ങളും നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ 3ാമത്തെ തലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പ്രസക്തി എന്ന് പറയുന്ന ഒരു മേഖല, അത് സാധാരണഗതിയിൽ നിങ്ങൾ പുസ്തകങ്ങളിലൊന്നും കാണില്ല. ആപ്ലിക്കേഷൻ ലെവലാണ്. എങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ MCF 2005 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020, KCF 2023, KCF 2007 ഏറ്റവും അധികം പ്രൊമോട്ട് ചെയ്യുന്നത് ജ്ഞാന നിർമ്മിതിവാദ കോൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ പഠനത്തിൽ കുട്ടികൾക്കുള്ള പങ്ക്, അധ്യാപകന്റെ പങ്ക്, അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള ഇടപെടൽ, ഗ്രൂപ്പ് ലേണിംഗ്, കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, അങ്ങനെയുള്ള നിരവധി പഠന രീതികൾ സംഭാവന നൽകുന്ന ജ്ഞാന നിർമ്മിതിവാദത്തിന്റെ പ്രസക്തി എന്ന മേഖല നോക്കിക്കോണം. എന്നിട്ട് ചാടി നേരെ അങ്ങ് പിയാഷയിലോട്ട് പോയിക്കോണം. സ്കീമ, സ്വാംശീകരണം, സംസ്ഥാപനം, അനുരൂപീകരണം, എന്നിട്ട് അദ്ദേഹത്തിന്റെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് തെങ്ങാണ്. ഈ തെങ്ങിൽ നിന്നും ഒന്നും കളയാനില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോക്കസ് ഏരിയയിൽ കൊണ്ടുവന്നിരിക്കണം. ഫോക്കസ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം നോക്കേണ്ടതാണ്. ഇനി സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 തവണ നോക്കേണ്ടതാണ്, ആഴത്തിൽ നോക്കേണ്ടതാണ്. കണ്ടെത്തൽ പഠനം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, ആശയദാന മാതൃക. തീരുന്നില്ല. ഇതൊക്കെ ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണു അടച്ചു പറയും ആൾക്കാർ, അത് ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞന്റെ, അല്ലെങ്കിൽ ജെറോം എസ് ബ്രൂണർ എന്ന് പറയുന്ന വിദ്യാഭ്യാസ വിചക്ഷണന്റെ ആശയങ്ങളാണ് എന്നതിൽ
തെല്ലും സംശയമില്ല എന്ന് 100 തവണ ഉരുവിട്ടുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും. കണ്ടെത്തൽ പഠനം, പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം, ആശയ ദാന മാതൃക and also സർപ്പിള പാഠ്യ പദ്ധതി, സർപ്പിള പാഠ്യ പദ്ധതി, സർപ്പിള പാഠ്യ പദ്ധതി, സ്പൈറൽ. നമുക്ക് പോകാം. ഇന്ന് നാം ഏറെ ആരാധിക്കുന്ന, നാം ഏറെ ബഹുമാനിക്കുന്ന, ഒരു പക്ഷേ കഴിഞ്ഞ 5 വർഷങ്ങളായി LPSA, UPSA, NCA ഡയറക്ട് റിക്രൂട്ട്മെന്റുകളിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ആരെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഈ കൊച്ചധ്യാപകൻ നിങ്ങളോട് ഉറക്കം പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, അത് മറ്റാരുമല്ല വൈഗോട്സ്കി. വൈഗോട്സ്കിയെ പഠിച്ചാൽ മാർക്കൊന്ന്, വൈഗോട്സ്കിയെ പഠിച്ചിട്ട് ബാക്കി 19 മാർക്കിന് നിങ്ങൾ എന്ത് വേണമെങ്കിലും പഠിച്ചോ എന്ന് ഞാൻ ഉറപ്പ് പറയും. കാരണം ഞാൻ പറയുന്നതല്ല, ഐ ഹാവ് സോളിഡ് ആൻഡ് ആംബിൾ പ്രൂഫ് ടു സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ്. നിങ്ങൾക്ക് കാണാം, കഴിഞ്ഞ കാലങ്ങളിലെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഒരു കാരണവശാലും ഫോക്കസ് ഏരിയയിൽ നിന്നോ സ്കാനിങ്ങിൽ നിന്നോ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഏറ്റവും മർമ്മപ്രധാനപ്പെട്ട വ്യക്തി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വൈഗോട്സ്കിയാണ്. ലവ് വൈഗോട്സ്കിയാണ്. ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം, സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം, അധ്യാപകൻ ഒരു സഹായി, അതിൽ നിന്നും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് അഥവാ സമീപസ്ഥ വികാസ മണ്ഡലം, മോർ നോളജബിൾ അതേഴ്സ്, സ്കഫോൾഡിംഗ് കൈത്താങ്, സഹകരണാത്മക പഠനം, കോപ്പറേറ്റീവ് ലേണിംഗ്, സംഘപഠനം, ഗ്രൂപ്പ് ലേണിംഗ്, ദെൻ സഹവർത്തിത പഠനം, കൊളാബറേറ്റീവ് ലേണിംഗ്. അല്ലേ? ഇതെല്ലാം ചോദ്യമല്ലേ? ഇത് ഫോക്കസ് ഏരിയ ആണ്. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് വരെയും നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ആണ്. ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകരുത്. സഹവർത്തിത പഠനം കിടക്കുന്നു, സംവാദാത്മക പഠനം കിടക്കുന്നു. വൈഗോട്സ്കിയുടെ ഭാഷയും ചിന്തയും സംസ്കാരവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ റെസിപ്രോക്കൽ ടീച്ചിങ്, ഏറ്റവും അവസാനത്തെ NCA എക്സാമിനേഷൻ കൂടി ചോദിച്ചതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയും. റെസിപ്രോക്കൽ ടീച്ചിങ്, പ്രതിക്രിയ അധ്യാപനം എന്ന് പറയും. പ്രതിക്രിയ അധ്യാപനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. മാർക്ക് 3 മാർക്ക്, ഇനി 17 മാർക്ക്, 3 മാർക്ക് ഇതിന് 17 മാർക്ക്. സോ 3 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി 3 മാർക്കിൽ സ്കാൻ ചെയ്യേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ പറഞ്ഞതൊന്നും ഇമ്പോർട്ടന്റ് അല്ല എന്നല്ല, ഇതുവരെ പറഞ്ഞതിൽ നിന്നും സ്കാൻ ചെയ്യേണ്ട 3 വ്യക്തി, 1 പിയാഷെ, 2 വൈഗോട്സ്കി, 3 ബ്രൂണർ. 1 പിയാഷെ, 2 വൈഗോട്സ്കി, ബ്രൂണർ. ഇവരുമായി ബന്ധപ്പെട്ട മുഴുവൻ കോൺസെപ്റ്റുകളും സ്കാൻ ചെയ്തിരിക്കണം. സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഉറപ്പിച്ചിരിക്കണം, കോപ്പി എടുക്കണം. നമ്മൾ സ്കാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള, അതായത് ഒന്നും പുറത്ത് കളയാത്ത രീതിയിൽ പഠിക്കാം. സ്കാനിങ് ഏരിയ ഒരു കാരണവശാലും കളയരുത്. കാരണം UPSC എക്സാമിനേഷന്റെ ഏറ്റവും വലിയ ആളാണ് വൈഗോട്സ്കി, ഏറ്റവും വലിയ ആളാണ് ബ്രൂണർ, ഏറ്റവും വലിയ ആളാണ് പിയാഷെ. ലേണിംഗ് തിയറീസുമായി ബന്ധപ്പെട്ട്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട്, കൾച്ചറൽ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട, ലാംഗ്വേജ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ട് പിയാഷെയും വൈഗോട്സ്കിയും ബ്രൂണറെയും മറക്കല്ലേ എന്റെ മക്കൾ, മറക്കല്ലേ. പൊളിക്കണേ പിള്ളാരെ. 3 മാർക്കായി, ഇനി 17 മാർക്ക് നടക്കുന്നു. അടുത്ത 1 മാർക്ക്. ബുദ്ധി പറഞ്ഞിട്ടുണ്ട്. ബുദ്ധി ദ്വിഘടക സിദ്ധാന്തം മുതൽ വൈകാരിക ബുദ്ധി വരെയാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി കുറച്ച് സാധനം അതിൽ നിന്ന് പിക്ക് ചെയ്തു. ഏതാ? ദ്വിഘടക സിദ്ധാന്തം, സ്പിയർമാന്റെ. റൈമൻ കാറ്റലിന്റെ ബുദ്ധി വിഭജനം, ബുദ്ധിയുടെ ഘടനാ മാതൃക, സ്ട്രക്ചർ ഓഫ് ഇന്റലക്ട്, ബഹുമുഖ ബുദ്ധി, ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ക്വോഷ്യന്റ്, ബീനെ മുതൽ ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്ന ടെർമന്റെ ക്ലാസിഫിക്കേഷൻ വരെ, ആൻഡ് ഫൈനലി ദ ഗ്രേറ്റ് വൈകാരിക ബുദ്ധി. 2020 NCF, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ, 2005 NCF, 2023 KCF വൈകാരിക ബുദ്ധിയും മൾട്ടിപ്പിൾ ഇന്റലിജൻസും ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? പക്ഷേ പരീക്ഷകൾ എടുത്തു നോക്കുമ്പോൾ ബഹുമുഖ ബുദ്ധിയേക്കാൾ മാർക്ക് കൂടുതൽ ചോദിച്ചിരിക്കുന്നത് വൈകാരിക ബുദ്ധിയാണ്. ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. ലീന മിടുക്കിയായിട്ടുള്ള കുട്ടികളെ ലീന സംഘ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുന്നു. ലീനയ്ക്കുള്ള ബുദ്ധി ഏത്? മനോജിനെ ക്ലാസ് ലീഡറായിട്ട് തെരഞ്ഞെടുക്കുന്നു. മനോജിനുള്ള ബുദ്ധി ഏത്? ഇങ്ങനെയൊക്കെ മറ്റൊരാളുടെ വികാരങ്ങളും സ്വന്തം വികാരങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന ബുദ്ധി ഏത്?
ഡാനിയൽ ഗോൾമാൻ ആശയം ഇത് ഇഷ്ടം പോലെ തവണ ചോദിച്ചിരിക്കുന്നു മക്കളെ, കുറേയേറെ തവണ. അപ്പൊ വൈകാരിക ബുദ്ധി സ്കാൻ ചെയ്തോണം, വൈകാരിക ബുദ്ധി സ്കാൻ ചെയ്തോണം, വൈകാരിക ബുദ്ധി സ്കാൻ ചെയ്തോണം. ഇത്രയും ഒരുപാട് ബുദ്ധി സിദ്ധാന്തങ്ങൾ വേറെ ഉണ്ട്. ഞാൻ ഫൈനൽ ടച്ച്, ബ്ലൂ പ്രിന്റ്, ഫോക്കസ് ഏരിയ ആണ് പറയുന്നത്. ഫോക്കസിങ് ചെയ്യേണ്ട ഏരിയസ് ഇത്രയുമാണ്. ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്തോണം, മാർക്ക് പോകാതിരിക്കാൻ. വൈകാരിക ബുദ്ധി ഒരു മാർക്ക് വൈകാരിക ബുദ്ധി. അപ്പോൾ 3 1 4, 3 1 4. ഇനി 16 മാർക്ക് കിടക്കുക. അടുത്ത മാർക്ക് 1 ഫോക്കസിങ് ഏരിയസ് ആണ്. മനോവിശ്ലേഷണം, ട്രൈറ്റ്, വ്യക്തി വ്യത്യാസങ്ങൾ, പരിസ്ഥിതി, പാരമ്പര്യ ഘടകങ്ങൾ. ഇതിൽ നിന്നും മൊത്തത്തിൽ ഒരു ചോദ്യമാണ്, ഒരു മാർക്കാണ് വരുന്നത്, ഒരു ചോദ്യമാണ് വരുന്നത്. മനോവിശ്ലേഷണം സിഗ്മണ്ട് ഫ്രൂഡിന്റെ പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ, സൈക്കോസെക്ഷൽ ഡെവലപ്മെന്റ്. ട്രൈറ്റ്, ആൽപോർട്ടിന്റെ ട്രൈറ്റ് സിദ്ധാന്തി, ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, പരിസ്ഥിതി, പാരമ്പര്യ ഘടകങ്ങൾ. ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ളത് വ്യക്തി വ്യത്യാസങ്ങളിൽ നിന്നാണ്. NCA ആൻഡ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ബൈ ദ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഏറ്റവും കൂടുതൽ സ്കാൻ ചെയ്യേണ്ട പോർഷൻ ഇത്, ഫോക്കസ് ചെയ്യേണ്ടത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് മനോവിശ്ലേഷണം, ട്രൈറ്റ്, വ്യക്തി വ്യത്യാസങ്ങൾ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. നോക്കണം, ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ് നിന്നും വലുതായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടില്ല, മനോവിശ്ലേഷണത്തിൽ നിന്നും വലുതായിട്ട് വന്നിട്ടില്ല. ബട്ട് ട്രൈറ്റും അതുപോലെ തന്നെ വ്യക്തി വ്യത്യാസങ്ങളുമാണ് കുറച്ച് മുകളിൽ നിൽക്കുന്നത്. സോ വ്യക്തി വ്യത്യാസങ്ങൾ മക്കളെ പൊളിച്ചോണം. മാർക്ക് 1. അപ്പൊ എത്രയായി? 3 2 5 മാർക്കായി. ഇതാണ് 6ാമത്തെ മാർക്ക്. ഇതാ വരുന്നു 6ാമത്തെ മാർക്ക്. മാർക്ക് 1 ഫോക്കസിംഗ്, വികാസ തത്വങ്ങൾ, വികാസ തലങ്ങൾ. എടാ കൊച്ചുങ്ങളെ, വികാസം സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലത്തിലേക്കാണോ, സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്കാണോ? വികാസത്തിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ടോ? വികാസം പ്രവചനീയമാണോ? വികാസം കൂട്ടമാണോ? വികാസങ്ങളിൽ വികാസം എന്ന് പറയുന്നത് സഞ്ചിതമാണോ? അങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു 8 എണ്ണം, പക്കായിട്ട് 8 വികാസ തത്വങ്ങൾ അല്ലെ? വികാസ തത്വങ്ങൾ ഒരു 8 എണ്ണം വന്നു. 4 പരീക്ഷയ്ക്ക് ചോദിച്ചു, ഇൻക്ലൂഡിങ് NCA. വികാസ തത്വങ്ങൾ, വികാസ തലങ്ങളിൽ നിന്ന് ഒരു തവണ പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് ഫോക്കസിംഗ് ഏരിയയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബട്ട് ഇൻ ദി കേസ് ഓഫ് സ്കാനിങ് ആ 8 തത്വങ്ങളും വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് പച്ചവെള്ളം പോലെ ആയിരിക്കണം. അതായത് ഹാൾ ടിക്കറ്റ് എടുത്തോ എന്നുള്ള ചോദ്യത്തിന് എടുത്തു എന്ന് ഉത്തരം പറഞ്ഞാൽ അത് റിജിഡ് ആണ്, അത് കൃത്യമായിട്ടുള്ള ഉത്തരമാണ്. നീ രാവിലെ ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞാൽ അത് ഉത്തരമാണ്. ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അത് മഹാത്മാഗാന്ധിജി എന്ന് പറഞ്ഞാൽ അത് ഉത്തരമാണ്. സ്വാഭാവികമായും ഇതുപോലെ ചോദിക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് മറുപടി പറയാൻ പറ്റുന്ന തരത്തിലേക്ക് വികാസ തത്വങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കണം. നിങ്ങൾ പഠിച്ചിരിക്കണം. മാർക്ക് 6 മാർക്കായി സ്കാനിങ് ഏരിയ ശ്രദ്ധിച്ചു പോകണം. 6 മാർക്കായി സ്കാനിങ് ഏരിയ ശ്രദ്ധിച്ചു പോകണം. മാർക്ക് 6 2 8 വരുന്ന ഒരു ഏരിയ, 6 2 6 അധികം 2 8 വരുന്ന ഒരു ഏരിയ. ഫോക്കസിംഗ് ഏരിയ നോക്കേ, പാരമ്പര്യവും പര്യാവരണവും. ഇവിടെ നോക്കുക, നേരത്തെ നമ്മളത് ഒന്ന് വന്നതാണ്, ഹെറിഡിറ്റി എൻവയോൺമെന്റ് വന്നതാണ്. പാരമ്പര്യവും പര്യാവരണവും അത് വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതാണ്. എന്നാൽ ഇവിടുത്തെ പാരമ്പര്യവും പര്യാവരണവും, പാരമ്പര്യ ഘടകങ്ങളും പര്യാവരണ ഘടകങ്ങളുമാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബാറ്ററി, ഫ്ലാനഗൻ ആപ്റ്റിറ്റ്യൂഡ് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്, അതായത് വിശേഷാഭിക്ഷമത പരീക്ഷകൾ അല്ലെങ്കിൽ അഭിപ്രേരണ. ഇവിടെ നോക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കുക. പാരമ്പര്യവും പര്യാവരണവും എങ്ങനെ ഒരു വ്യക്തിയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നു, അതിന്റെ ഘടകങ്ങളുടെ അനാലിസിസ് ആണ് വേണ്ടത്. ഫോക്കസ് ഏരിയയിൽ അതിന്റെ ഘടകങ്ങളുടെ അനാലിസിസ്, അപഗ്രഥനമാണ് വേണ്ടത്. ഓക്കെ, ഇനി 2, ഈ ഡാറ്റും ഗാറ്റുബിയും ഫാക്റ്റും എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നടക്കുന്ന മൾട്ടിപ്പിൾ ആപ്റ്റിറ്റ്യൂഡ് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിക്ഷമത കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഗാറ്റുബിയും ഫാക്റ്റും. അതിൽ നിരവധി ഘടകങ്ങളുണ്ട്. അത് 3 നിങ്ങൾ ഫോക്കസ് ചെയ്തോണം. ഇനി അതിനുശേഷം ഇപ്പൊ മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് കൊണ്ടുവരാൻ വേണ്ടിയുള്ളത്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയുള്ളത്, ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയുള്ളത്, മെക്കാനിക്കൽ ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയുള്ളത്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡിന് വേണ്ടിയുള്ള സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകളുണ്ട്, വിശേഷാഭിക്ഷമത പരീക്ഷകളുണ്ട്. അതുപോലെ തന്നെ അഭിപ്രേരണയുടെ നിർവചനം, അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട നീഡ് തിയറി, അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട സർക്കിള്, മോട്ടിവേഷൻ സർക്കിള്. ഇവിടെ നിന്നൊക്കെ ഒരു ചോദ്യം, ഈ മേഖലയിൽ നിന്നും 2 ചോദ്യങ്ങളാണ് വരുന്നത്. 2 മാർക്കാണ് വരുന്നത്. ഇതിൽ സ്കാൻ ചെയ്യേണ്ട ഏരിയ പാരമ്പര്യവും പര്യാവരണവും, പിന്നെ ഡാറ്റ് ലോക പ്രശസ്തമായിട്ടുള്ള, ഡാറ്റ് എന്ന് വെച്ചാൽ ലോക പ്രശസ്തമായിട്ടുള്ള അമേരിക്കയിലെ സൈക്കോളജി കോർപ്പറേഷൻ തയ്യാറാക്കിയ ഏകദേശം 8 ശോധകങ്ങൾ അടങ്ങിയിട്ടുള്ള, ഇഫ് മൈ മെമ്മറി ഈസ് റൈറ്റ്,
8 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ് ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ, ആന്തരിക അഭിപ്രേരണയും ബാഹ്യ അഭിപ്രേരണയുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യവും. ഈ രണ്ട് ചോദ്യവും നിങ്ങൾക്ക് 2 ചോദ്യങ്ങളായിട്ട് 2 മാർക്കായിട്ട് വരും. അപ്പോൾ നമുക്ക് 8 മാർക്ക് കിട്ടേണ്ട ഫോക്കസ് ഏരിയയും ആ ഫോക്കസ് ഏരിയയിൽ നിന്ന് മാർക്ക് ഉറപ്പിക്കേണ്ട ആധികാരികമായി ആഴത്തിൽ പഠിക്കേണ്ട സ്കാനിങ് ഏരിയയും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ 9ാമത്തെ മാർക്കിലേക്ക് നമുക്ക് കടക്കാം. 9ാമത്തെ മാർക്ക് എന്ന് പറയുന്നത്, അതായത് 8 + 1 9 മാർക്കിന്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇനി ഇതിൽ ഏതെങ്കിലും ഒരു മാർക്കിന്റെ പോർഷൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് ഒരു കാരണവശാലും പഠിക്കാൻ പറ്റത്തില്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക. നിങ്ങളുടെ ഒരു പേഴ്സണൽ മാറ്റർ ആണ്. ഓക്കെ, സോ മാർക്ക് 1 ഫോക്കസിംഗ് സമായോജന ക്രിയാതന്ത്രങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. ഇവിടെ ഞാൻ ഒരു കൺഫ്യൂഷൻ ആണ്, കാരണം ഞാൻ അനലൈസ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ 88% ഇവിടെ വന്നിട്ടുള്ളത് 1 മാർക്കാണ്. ബട്ട് 12% എനിക്ക് കിട്ടി. ഇത് 2 മാർക്കിന് ഇതിൽ നിന്ന് ചോദ്യം വന്നു. അതായത് സമായോജന ക്രിയാതന്ത്രങ്ങളിൽ നിന്നും 1 മാർക്കിനും അതുപോലെ തന്നെ നമ്മുടെ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ നിന്നും ഒരു ചോദ്യം. അങ്ങനെ 2 മാർക്ക് ചില പരീക്ഷകൾക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊന്നും നമ്മൾ കൂടുതൽ സ്കാൻ ചെയ്യേണ്ട ഒരു ഏരിയ ആണ്. അതുകൊണ്ടാണ് ഞാൻ ബാലൻസ് ചെയ്ത് മെജോറിറ്റി ആയതുകൊണ്ട് 1 മാർക്ക് ഇട്ടേക്കുന്നത്. 9 മാർക്കിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. നമുക്കതൊന്ന് നോക്കിയേ. സമായോജന ക്രിയാതന്ത്രങ്ങൾ, മനഃശാസ്ത്ര ഗവേഷണ ഉപാധികളും രീതികളും. ഇത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 28ഓളം സമായോജന ക്രിയാതന്ത്രങ്ങൾ നമ്മൾ പഠിച്ചു. 28ഓളം സമായോജന ക്രിയാതന്ത്രങ്ങൾ. ഇനി നമ്മൾ ആത്മപരിശോധന രീതി, പരീക്ഷണ രീതി, നിരീക്ഷണ രീതി, കേസ് സ്റ്റഡി, അനക്ഡോട്ടൽ റെക്കോർഡ്, സഞ്ചിത രേഖ, അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയില്, അതുപോലെ തന്നെ റേറ്റിംഗ് സ്കെയിലിന് മുമ്പ് നമ്മള് ചാർട്ട് പേപ്പറിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന അഭിമുഖം, അത് ഡയറക്റ്റും അല്ലെങ്കിൽ അഭിമുഖത്തിൽ തന്നെ നമ്മൾ ചോദ്യങ്ങൾ മുമ്പ് തയ്യാറാക്കി കൊടുക്കുന്നതും അതല്ലാതെ സ്പോട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് പഠിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷേ ഇവിടെ നിങ്ങൾ സ്കാൻ ചെയ്യേണ്ടത് ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നല്ലത് തന്നെയാണ്. അത് നമ്മുടെ ഫോക്കസ് ഏരിയ ആണ്, അത്രയും നമ്മൾ പഠിക്കേണ്ടതാണ്. എന്നാൽ നമ്മൾ സ്കാൻ ചെയ്യേണ്ട ഏരിയകൾ നിങ്ങളൊന്ന് നോക്കി. യുക്തീകരണം എന്ന് പറയുന്നത് ഇപ്പോഴും കേട്ടിട്ട് ചോദിച്ച ചോദ്യമാണ്. യുക്തീകരണം എന്ന് പറയുന്ന ഒരു സമായോജന ക്രിയാതന്ത്രം, തദാത്മീകരണം എന്ന് പറയുന്ന ഒരു സമായോജന ക്രിയാതന്ത്രം, ഉദാത്തീകരണം എന്ന് പറയുന്ന ഒരു സമായോജന ക്രിയാതന്ത്രം, അനുപൂരണം എന്ന് പറയുന്ന ഒരു സമായോജന ക്രിയാതന്ത്രം. ഇത് 4 ഏറ്റവും പ്രാധാന്യത്തോടെ സ്കാൻ ചെയ്തിരിക്കണം. ബിക്കോസ് ഫോക്കസ് ഏരിയക്ക് മുകളിൽ സ്ക്വയർ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ഏരിയസ് ആണ്. ഫോക്കസ് ഏരിയ നിൽക്കുന്നതിന് തൊട്ട് മുമ്പിൽ ഒരു കസേര ഇട്ടിട്ട് അതിനകത്ത് ഇരിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ്. ദെൻ പരീക്ഷണ രീതി, കേസ് സ്റ്റഡി, പ്രക്ഷേപണ തന്ത്രങ്ങൾ, സിദ്ധിശോധകം, നിദാനശോധകം. സിദ്ധിശോധകത്തിലെ ബ്ലൂ പ്രിന്റ്, ഈ സാധനങ്ങളെല്ലാം എന്റെ മക്കൾ കൃത്യമായും പോയിട്ടിരിക്കണം. കൃത്യമായി സിദ്ധിശോധകം, നിദാനശോധകം, അതിനുശേഷം നടത്തുന്ന റെമഡിയൽ ടീച്ചിങ്, ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലൂടെ പോകണം. ഇത് സ്കാനിങ് ഏരിയസ് ആണ്. ആധികാരികമായിട്ട് നമ്മൾ പഠിക്കേണ്ട ഏരിയസ് ആണ്, സ്കാനിങ് ഏരിയസ് ആണ്. നെക്സ്റ്റ് മാർക്കിലേക്ക് നമ്മൾ കടക്കുന്നു. 2 മാർക്ക് നമുക്ക് വരുന്നു. 2 മാർക്ക് വരുന്ന ഫോക്കസിംഗ് ഏരിയ കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം. ഒരു നാണയത്തിന്റെ 2 വശങ്ങളും അരികുമാണ് ഈ 3 ടോപ്പിക് എന്ന് പറയുന്നത്. ഈ ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കാണ് വരുന്നത്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഏരിയയാണ്. ഇവിടെ നോക്കുക, വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 മാർക്ക് വേണ്ട എങ്കിൽ സ്കിപ്പ് ചെയ്യാം. സ്കിപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് ഇത് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്താണ് ഫോക്കസിംഗ്? കേരള പാഠ്യപദ്ധതി ചട്ടക്കൂട്, കേരള പാഠ്യപദ്ധതി സമീപന രേഖ, കേരള വിദ്യാഭ്യാസ ഭരണ സംവിധാനം. ഈ മുഴുവൻ ടോപ്പിക്, ഈ 3 ടോപ്പിക്ക് നിങ്ങൾക്ക് 2 മാർക്കിന്റെ ഫോക്കസ് ഏരിയയാണ്. സ്കാൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പാഠ്യപദ്ധതി ചട്ടക്കൂട്, ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രാധാന്യം. ഒത്തിരി മേഖലകളുണ്ട്. ഞാൻ സ്കാൻ ചെയ്യാൻ പറയുന്നത് ജനാധിപത്യ മൂല്യങ്ങളുടെ പ്രാധാന്യം. 2013-2023 കേരള കരിക്കുലം ഫ്രെയിംവർക്ക്, 2013-2023 കേരള കരിക്കുലം ഫ്രെയിംവർക്ക്. ഉദ്ഗ്രഥന രീതി, ചാക്രിക രീതി, വിഷയാധിഷ്ഠിത രീതി, രേഖീയ രീതി. കേരള പാഠ്യപദ്ധതി സമീപന രേഖയുമായി ബന്ധപ്പെട്ട് കൊച്ചുങ്ങളെ ഓർത്തിരിക്കേണ്ട സാധനമാണ് ഉദ്ഗ്രഥന രീതി, ചാക്രിക രീതി, വിഷയാധിഷ്ഠിത രീതി, രേഖീയ രീതി. ഭരണ സംവിധാനം, PTA, MPTA, CPTA, SMC, ക്ലസ്റ്റർ, സ്കൂൾ കോംപ്ലക്സ്, സ്കൂൾ കമ്മ്യൂണിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഓഫ് education system in Kerala, public education system in Kerala.
ആ പബ്ലിക് എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഏറ്റവും മുകളിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വരുന്നു അല്ലെ. അത് കഴിഞ്ഞിട്ടാണ് സെക്രട്ടേറിയറ്റില് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുടെ അഡ്മിനിസ്ട്രേറ്റീവിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള സെക്രട്ടറി, അത് ഒരു IAS ഉദ്യോഗസ്ഥയായിരിക്കും. ഇപ്പോൾ IAS ഉദ്യോഗസ്ഥയാ. അതിന് തൊട്ടതാഴെ DGE, അതിന് തൊട്ടതാഴെ DDE, അതിന് തൊട്ടതാഴെ DEO, അതിന് തൊട്ടതാഴെ AEO, അതിന് തൊട്ടതാഴെ HM, അതിന് തൊട്ടതാഴെ അത് അലിഖിതമാണെങ്കിലും നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് അങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ ഒന്ന് നോക്കണം. അത് ചോദിച്ചിട്ടുള്ളതാണ്. മാർക്ക് 2 ഈ 3 ടോപ്പിക്കിൽ നിന്ന് 2 മാർക്കാണ് സ്കാൻ ചെയ്യാനുള്ള ഏരിയ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി മാർക്ക് 1 അടുത്തത് പഠന വൈകല്യങ്ങൾ. 5 പഠന വൈകല്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നിയമങ്ങൾ. ഇത് 2ൽ നിന്നും 1 മാർക്ക് ഉറപ്പ്. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 2016 അമെൻഡ് ചെയ്ത് ഇത് 2 സ്കാനിങ്. ഈ IA എഴുതിയിരിക്കുന്നത് ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്മാനിയ, അതാണ് ഈ IA എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ സാധനങ്ങളും ആ PWD ആക്ടും RPWD ആക്ടും ഇത് കൃത്യമായിട്ട് മക്കളെ നോക്കിക്കോണം. എടാ നോക്കണം. അത് സ്കാനിങ് ആണ്. സ്കാനിങ് പറഞ്ഞാൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഫോക്കസിംഗ് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ്, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബിഫോർ യുവർ എക്സാമിനേഷൻ, ഫൈനൽ ടച്ച്. ഓക്കെ, ദെൻ നമുക്ക് ഇതുവരെയുള്ള മാർക്ക് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുവരെയുള്ള മാർക്ക് കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നോക്കുക 3 മാർക്ക്, പിന്നീട് നെക്സ്റ്റ് 4 മാർക്ക്, 5 മാർക്ക്, 6 മാർക്ക്, 8 മാർക്ക്, 9 മാർക്ക്, 11 മാർക്ക്, ദെൻ 12 മാർക്ക്. ഇനി നമുക്ക് 13ാമത്തെ മാർക്കിലേക്ക് പോകാം. 13ാമത്തെ മാർക്കിൽ ക്ലാസ് മുറിയിലെ പഠന പ്രക്രിയ നിങ്ങൾ നോക്കുക. NC എക്സാമിനേഷന് അവസാനം നടന്ന 4 പരീക്ഷയും 3 പരീക്ഷയ്ക്കും ചോദിച്ചതാണ് ആക്ഷൻ റിസർച്ച്, ബ്രെയിൻ സ്റ്റോമിംഗ്, പ്രോജക്ട് രീതിയുടെ സ്റ്റെപ്പുകൾ, ബസ് സെഷൻ. ഇത് നോക്കാതെ പോലെ എടാ പിള്ളേരെ ഇത് നോക്കാതെ പോലെ, എനിക്ക് വേണ്ടി നോക്കാതെ പോലെ ഒരു കാരണവശാലും നിങ്ങൾ എല്ലാം നോക്കുമെന്ന് എനിക്കറിയാം. ക്ലാസ് മുറിയിലെ മുഴുവൻ പഠന പ്രക്രിയയും നിങ്ങൾ നോക്കും ഒരു മാർക്കിന് വേണ്ടി എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് ഒരു കാരണവശാലും നിങ്ങൾ നോക്കാതെ പോകരുത്. ആക്ഷൻ റിസർച്ച്, ബ്രെയിൻ സ്റ്റോമിങ്, പ്രോജക്ട് രീതി, ബസ് സെഷൻ മാർക്ക് 13 കയ്യിലിരിക്കും. മാർക്ക് 13. ദെൻ 14ാമത്തെ മാർക്ക് ഫോക്കസിംഗ് ഏരിയ, വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ. എവിടെ നിന്ന് എടുക്കണം, എവിടെ നിന്ന് പഠിച്ചത്? ഇനി പഠിക്കാൻ നിൽക്കുമല്ല, പഠിച്ച കാര്യങ്ങൾ ഏറ്റവും അവസാനം ഫോക്കസ് ചെയ്ത് സ്കാൻ ചെയ്തുകൊണ്ട് പോകേണ്ടതാണ്. DED ടെക്സ്റ്റ് ബുക്കിൽ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനകത്ത് 102, 101, 201, 202, 204 എന്നൊക്കെ പറഞ്ഞ് നമുക്ക് നിരവധി പുസ്തകങ്ങളുണ്ട്. ഓരോ സെമസ്റ്ററിലും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ആ ടെക്സ്റ്റ് ബുക്കുകളിൽ പറഞ്ഞിട്ടുള്ള വിദ്യാഭ്യാസ പ്രോജക്റ്റുകൾ 2, LPSA UPSA ടെക്സ്റ്റ് ബുക്കുകൾ 3, 4, 5, 6, 7, 8, 9, 10, 10, 9, 8, 7, 6, 5, 4, 3 ഈ പാഠങ്ങൾ, ഈ ക്ലാസ് ടെക്സ്റ്റുകളിൽ ചില സബ്ജക്റ്റുകൾ പഠിപ്പിക്കാനുള്ള പ്രോജക്റ്റുകളും അതുപോലെ തന്നെ ചില സോഫ്റ്റ്വെയർസിന്റെ ഒക്കെ പേരുകളൊക്കെ ഉണ്ട്. അതങ്ങ് പഠിച്ചോണം. അത് ഇച്ചിരി വൈഡാണ്, 1 മാർക്കാണ് ചോദിക്കുന്നതാണ്. സ്ഥിരം ഈ മേഖലയിൽ നിന്ന് ഒരു കാരണവശാലും ഈ പറയുന്ന മേഖലയിൽ നിന്ന് ഒഴിവാക്കലില്ല. ഇങ്ങനെയുള്ള മേഖലയിൽ നിന്ന് ഒഴിവാക്കലില്ല എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ദെൻ 15ാമത്തെ മാർക്ക് നോക്കിയ വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും അങ്ങ് ഒരുപാടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ ആരെങ്കിലും സ്കിപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മാർക്ക് വേണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്നുള്ളതാണ്. വിദ്യാഭ്യാസ ചിന്തകരും ദർശനങ്ങളും എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 3 ചിന്താധാരകളാണ് പ്രധാനമായിട്ടുള്ളത്. ആദർശവാദം, പ്രകൃതിവാദം, പ്രായോഗികവാദം. ആദർശവാദികളെയും പ്രായോഗികവാദികളെയും പ്രകൃതിവാദികളിലും ചില പ്രധാനപ്പെട്ട നോട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെയുമാണ് നമുക്ക് പഠിക്കേണ്ടത്. പക്ഷെ ഞാൻ ഈ കഴിഞ്ഞ ചോദ്യങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഒരു പ്രധാനപ്പെട്ട വസ്തുതയിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് റൂസോ, ഡൂയി, മോണ്ടിസോറി, ഫ്രോബൽ, പ്രായോഗികവാദം, ഇതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. ഈ മോണ്ടിസോറിയുടെയും ഡൂയിയുടെയും റൂസോയും ഫ്രോബൽ
ഇവരൊക്കെ കൊമ്യൂണിസം കയറി വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ ഫൈനൽ ടച്ചിന് വേണ്ടി ഞാൻ ഇത്രയും പേരുടെ പേരാണ് പറയുന്നത്: റൂസോ, ഡൂയി, മോണ്ടിസോറി, ഫ്രോബൽ, പ്രായോഗികവാദം. സോ മാർക്ക് 15. ദെൻ 16ാമത്തെ മാർക്കാണ് വിദ്യാഭ്യാസ കമ്മീഷനുകൾ. വിദ്യാഭ്യാസ കമ്മീഷനുകൾ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ഏകദേശം 10-25ഓളം കമ്മീഷൻസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മെക്കാളെ മിനിറ്റ്സ്, വുഡ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, തോമസ് റാലി കമ്മീഷൻ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, കൊൽക്കത്ത കമ്മീഷൻ, ഹാർത്തോഗ് കമ്മീഷൻ, സർജൻ റിപ്പോർട്ട്, മുതലാർ കമ്മീഷൻ, യൂണിവേഴ്സിറ്റി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, 68 പോളിസി, 86 പോളിസി, 1992 റിവ്യൂ, യശ്പാൽ കമ്മിറ്റി, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓരോന്നും എടുത്ത് ഒന്നേന്ന് പഠിക്കാൻ സമയമില്ല. നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഈ കമ്മീഷന് പുറമെ സ്കാൻ ചെയ്യേണ്ടത്. കാരണം ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള മേഖലകളെയാണ് നമ്മൾ സ്കാൻ ചെയ്യേണ്ടത്. ആ മേഖലകൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ: ഒന്ന്, മെക്കാളെ മിനിറ്റ്സ്, വുഡ്സ് ഡെസ്പാച്ച്, മുതലിയാർ കമ്മീഷൻ, കോത്താരി കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി. 1835 മെക്കാളെ മിനിറ്റ്സ്, 1854 വുഡ്സ് ഡെസ്പാച്ച്, 1952 മുതലിയാർ കമ്മീഷൻ, 1964 കോത്താരി കമ്മീഷൻ, 1993 യശ്പാൽ കമ്മിറ്റി. ലേണിംഗ് വിത്തൗട്ട് ബർഡൻ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് 3 ഒന്ന് കോത്താരി കമ്മീഷൻ, 2 മുതലിയാർ കമ്മീഷൻ, 3 യശ്പാൽ കമ്മിറ്റി. കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, യശ്പാൽ കമ്മിറ്റി. ഇത് 3 ഒരു കാരണവശാലും എന്റെ മക്കൾ മറക്കരുത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാർക്കാണ്. നമുക്ക് അടുത്ത മാർക്കിലേക്ക് കടക്കാം. നിങ്ങൾ ചിന്തിക്കുക, ഇതിൽ നിന്നും സ്കിപ്പ് ചെയ്യരുത്. കാരണം ഇതൊക്കെ നമുക്ക് വെർബലി പഠിച്ചു വെക്കാൻ കഴിയുന്നതാണ്. എനിക്ക് നോക്കുക, നെക്സ്റ്റ് 3 മാർക്ക്. അടുത്ത 3 മാർക്ക് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്യേണ്ടത് സ്വതന്ത്രമായിട്ടുള്ള ഏരിയാസ് നോക്കുക, സ്കാനിങ് ചെയ്യേണ്ടത്. അതിൽ സ്വതന്ത്രമായിട്ടുള്ള ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഏതിൽ നിന്നും ചോദ്യം വരാം. സ്വതന്ത്രമായി, വിശാലമായി, സിലബസ് അനുയോജ്യമായി, സിലബസുമായി കണക്ട് ചെയ്ത് കിടക്കുന്ന മിസ്ലേനിയസ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. ഈ ഏരിയസിൽ നിന്ന് നമുക്ക് ഈ കഴിഞ്ഞ പരീക്ഷകൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ നിന്നും ഈ 3 മാർക്കിന് സാധാരണഗതിയിൽ കൂടുതൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളത്, എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. NCF 2020, കേരള സംസ്ഥാന സർക്കാരിന്റെ 2022 മുതലുള്ള വിദ്യാഭ്യാസ പദ്ധതികള്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, SSKയുടെ പദ്ധതികള്, ഇനി പ്രായോഗികമായി ചില ആപ്ലിക്കേഷൻ ലെവല്, അതായത് ടീച്ചിങ് സ്കില്ല് നമുക്ക് അറിയിക്കാൻ വേണ്ടി ചില ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു അധ്യാപകനായാൽ ഇങ്ങനെ വേണം, ഒരു അധ്യാപകനായാൽ എങ്ങനെ വേണം, ഒരു അധ്യാപകൻ ഈ പ്രശ്നത്തെ എങ്ങനെ അഭിമുഖീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രായോഗിക ചോദ്യങ്ങള്. SSKയുടെ കഴിഞ്ഞ 2.5 വർഷമുള്ള മുഴുവൻ പ്രോജക്റ്റുകളും പഠിക്കണമെന്ന് ഞാൻ നിർബന്ധമായും പറയും. കാരണം അത് SSK എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളാണ്. കുട്ടികൾക്ക് വേണ്ടി സർക്കാർ പദ്ധതികളാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009, 2010 ഏപ്രിൽ 1 നിലവിൽ വന്ന റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ അമെൻഡ്മെന്റും ആർട്ടിക്കിളും സെക്ഷൻസും ക്ലോസുകളും ഒക്കെ നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ തന്നെ 2022 മുതൽ കേരള സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികള്, NCF 2020. ഒരു കാര്യം കൂടി ഞാൻ പറയാണ്, KCF 2023 നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്നുകൂടി സ്ട്രെസ് ചെയ്യുന്നു. ഇത് ഇത്രയും 3 മാർക്കിന്റെ ഏരിയാസ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഫോക്കസും അതുപോലെ തന്നെ സ്കാനിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഈ മാർക്ക് ഇത്രയും നിങ്ങൾ ഉറപ്പിക്കാൻ പരമാവധി ശ്രമിക്കുക. ഇത് മുഴുവനും എന്റെ സ്വന്തമായ കണ്ടെത്തലുകളല്ല, മറിച്ച് ഞാൻ കണ്ടെത്താൻ അല്ലെങ്കിൽ ഞാൻ ഇത് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ NCA റിക്രൂട്ട്മെന്റിനും അതുപോലെ തന്നെ LPSA, UPSA ഡയറക്ട് റിക്രൂട്ട്മെന്റിനും കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളായതുകൊണ്ടാണ്. ആ ചോദ്യങ്ങളുടെ വിലയിരുത്തലിന്റെയും ആ ചോദ്യങ്ങളുടെ വിശകലനത്തിന്റെയും ഫലമായി എനിക്ക് ഏറ്റവും അധികം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഏരിയസിനെ ഞാൻ ഫോക്കസ് ഏരിയസ് ആയിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ ഏറ്റവും മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ഉള്ളതും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെയുമാണ് ഞാൻ അത് സ്കാനിങ് എന്ന് പറയുന്ന ഏരിയയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. സോ ലെറ്റ്സ് മീറ്റ് അഗൈൻ ബിഫോർ യുവർ എക്സാമിനേഷൻ.